Hi kids. Good morning everybody. Say good morning to me. Very good. Good morning. How are you? How are you? പിന്നെ എന്തുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാ മഴയൊക്കെ പോയി, എല്ലാവർക്കും അസലായിട്ട് പ്ലേ ഗ്രൗണ്ടിൽ നിന്ന്, അതായത് നിങ്ങളെ വീട്ടിലുള്ള കോട്ടയാടില്ലേ, അവിടുന്ന് കളിക്കാലോ. അസലായിട്ട് കളിക്കാറുണ്ടോ? വൈകുന്നേരം എന്തായാലും കളിക്കണം കേട്ടോ. വൈകുന്നേരം കളിക്കണം. കളിച്ചാലേ നമുക്ക് എക്സസൈസ് ചെയ്താലേ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. കളിക്കാറുണ്ടോ എല്ലാവരും? രാവിലെ മുതലേ കളിക്കുക അല്ല. പോട്ടെ, എത്ര മണിക്ക് പഠിക്കും അത് ചോദിക്കട്ടെ. രാവിലെ ക്ലാസ് ഉള്ള ദിവസം ക്ലാസ് കാണും, അല്ലാത്ത ദിവസം മോർണിംഗിൽ നിങ്ങൾ പഠിക്കാറുണ്ടോ? വെരി ഗുഡ്, എല്ലാം പഠിക്കാറുണ്ട്. ഞാൻ എത്ര പാട്ട് പഠിപ്പിച്ചു, എന്നിട്ട് ആകെ 2-3 ആൾക്കാരാണ് പാടി കേൾപ്പിച്ചത്. ടീച്ചർ പറഞ്ഞില്ലേ പാടി കേൾപ്പിക്കണമെന്ന്, എന്നിട്ടോ ആരാ പാടിയത്? വളരെ കുറച്ച് കുട്ടികൾ. എത്ര പാട്ട് പഠിപ്പിച്ചു ടീച്ചർ? ഒക്കെ 4 ലൈനല്ലേ ഉള്ളൂ, പിന്നെ എന്താ പാടാൻ ബുദ്ധിമുട്ട്? വിഷമമുണ്ടോ? ഇല്ല. പാട്ടൊക്കെ പാടി നന്നായിട്ട് കയ്യൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ വേണം നമുക്ക് റിലാക്സ് ചെയ്യാൻ, അല്ലേ? ഒരു 4 ലൈൻ ചെറുത്. ഹിക്കറി ഡിക്കറി ഡോഗ്. എന്താണ് ഹിക്കറി ഡിക്കറി ഡോഗ്? ദ ക്ലോക്ക്, ദ മൗസ് റാൻ അപ്പ് ദ ക്ലോക്ക്. നമ്മളെ വീട്ടിൽ ക്ലോക്ക് തൂക്കില്ലേ ഈ ഭാഗത്തെ? ആ ക്ലോക്ക് തൂക്കുന്നിടത്ത് ഒരു മൗസ് ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലോക്ക് എന്ത് ചെയ്തു? ക്ലോക്ക് സമയമാകുമ്പോഴെന്താ ചെയ്യുക? ടിക് 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 ഇങ്ങനെ ചെയ്യില്ലേ? ഹിക്കറി ഡിക്കറി ഡോഗ്, ദ മൗസ് റാൻ അപ്പ് ദ ക്ലോക്ക്. മൗസ് ഓടി എവിടെ കയറി? അമ്മ അടിച്ചു വാരിയാണ് അകൊക്കെ. മൗസ് ചെറിയ ചുണ്ടലി, ആ ചുണ്ടലി എവിടത്തേക്ക് കയറി? റാൻ അപ്പ് ദ ക്ലോക്ക്. ക്ലോക്കിൻ്റെ ഇടുക്കൽ പോയി, അടിയിൽ പോയി ഇങ്ങനെ ഹൈഡ് ചെയ്തിരുന്നു. ആ സമയത്ത് എന്ത്? ദ ക്ലോക്ക് സ്ട്രക്ക് 1. ക്ലോക്ക് ഒരൊറ്റ അടിക്കൽ, ക്ലിക്ക്. ദ മൗസ് റാൻ ഡൗൺ. അത് കേട്ടപ്പോൾ നമ്മളെ മൗസ് എന്ത് ചെയ്തു? ചാടി ഇറങ്ങി. എങ്ങോട്ടേക്ക്? താഴത്തേക്ക് പേടിച്ചിട്ട്. ഹിക്കറി ഡിക്കറി ഡോഗ്, ദ മൗസ് റാൻ അപ്പ് ദ ക്ലോക്ക്. ദ ക്ലോക്ക് സ്ട്രക്ക് 1. ദ മൗസ് റാൻ ഡൗൺ. ഹിക്കറി ഡിക്കറി ഡോഗ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും, ഏത് ആക്ഷൻ വേണമെങ്കിലും നമുക്ക് കാണിക്കാം, അല്ലേ? എല്ലാവരും കൂടി കൈയൊന്ന് തമ്മിലിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നവർ തമ്മിൽ കൈ പിടിക്കും. നോക്കട്ടെ, ഒരാളെ കൈ പിടിച്ചിട്ട്. റെഡി? ഹിക്കറി ഡിക്കറി ഡോഗ്, ദ മൗസ് റാൻ അപ്പ് ദ ക്ലോക്ക്. ദ ക്ലോക്ക് സ്ട്രക്ക് 1. ദ മൗസ് റാൻ ഡൗൺ. ഹിക്കറി ഡിക്കറി ഡോഗ്. മനസ്സിലായോ? ഓൾ സ്റ്റാൻഡ്. ടീച്ചറുടെ ഒപ്പം തന്നെ പാടുക. എന്താണ്? ഹിക്കറി ഡിക്കറി ഡോഗ്, ഹിക്കറി ഡിക്കറി ഡോഗ്, ദ മൗസ് റാൻ അപ്പ് ദ ക്ലോക്ക്. ദ ക്ലോക്ക് സ്ട്രക്ക് 1. ദ മൗസ് റാൻ ഡൗൺ. ഹിക്കറി ഡിക്കറി ഡോഗ്. മനസ്സിലായോ? വെരി ഗുഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആകെ 4 ലൈനേ ഉള്ളൂ. 4 ലൈനല്ലേ ഉള്ളൂ. എല്ലാവരും അസലായിട്ട് പഠിക്കാം. മനസ്സിലായോ? All of you take your book. Ready? Okay. Look at your board. നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ കെ. ദിസ് ഈസ് മമ്മ ലെറ്റർ കെ. എന്താണ്? സേ ലൗഡ്ലി. മമ്മ ലെറ്റർ കെ. Then baby letter
കെ. ബേബി ലെറ്റർ കെ. മമ്മ ലെറ്റർ കെ, ബേബി ലെറ്റർ കെ. കെ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്റർ. കെ വെച്ചിട്ടുള്ളൊരു വാക്ക് എന്താണ്? കെ വെച്ചിട്ട് നമ്മൾ ടൗണിലേക്ക് പോവുകയാണ്. ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട് എന്താ ചെയ്യുക? ലോക്ക് ചെയ്തിട്ടല്ലേ പോവുക. എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യുക? എന്തുപയോഗിച്ചിട്ടാണ് ലോക്ക് ചെയ്യുക? അത് തന്നെ, കീ. എന്താണ്? കീ. നോക്കൂ, ഈ കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് ലോക്ക് ചെയ്തിട്ട് പോവുക വീട്. വന്നിട്ട് നമ്മൾ കീ ഉപയോഗിച്ചിട്ട് തന്നെ അത് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യുകയും ചെയ്യും, അല്ലേ? കീ. എന്താണ്? താക്കോലിന് എന്താ പറയുക? കീ. KEY, കീ. Then what is this picture? Kitten. ആരാണ്? കിറ്റൺ. നമ്മുടെ വീട്ടിൽ അമ്മ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയി പാലൊക്കെ എടുത്ത് വെച്ച് മീനൊക്കെ പൊരിച്ച് വെച്ച് അടയ്ക്കാണ്ടെങ്ങാൻ പോയാൽ അത് തട്ടിയിട്ട് കഴിക്കുന്നൊരു പെറ്റ് അനിമലുണ്ട് നമ്മളുടെ. ആരാ? ക്യാറ്റ്. പാല് കണ്ടാൽ അതെന്ത് ചെയ്യും? തട്ടി തൂവി അത് മുഴുവൻ കുടിക്കും. മീൻ പൊരിച്ച് വെച്ചാലോ അതും എടുത്ത് കഴിക്കും. അപ്പോൾ ക്യാറ്റ്, അത് മമ്മ. ആ ക്യാറ്റിൻ്റെ ബേബി ഇല്ലേ? യങ് വൺ ഓഫ് എ ക്യാറ്റ്. യങ് വൺ ഓഫ് എ ക്യാറ്റ്, കിറ്റൻ. എന്താണ്? കിറ്റൻ. അതായത് പൂച്ചേൻ്റെ കുഞ്ഞി വാവേനെ. പൂച്ചേൻ്റെ കുഞ്ഞി വാവേനെ എന്താ പറയുക? കിറ്റൻ. എന്താ പറയുക? കിറ്റൻ. ക്യാറ്റ്, കിറ്റൻ. യങ് വൺ ഓഫ് എ ക്യാറ്റ്, കിറ്റൻ. അപ്പോൾ കെ വെച്ചിട്ടുള്ള ഒരു വേർഡ് ഏതാണ്? കിറ്റൻ. ആദ്യത്തെ വേർഡ് ഏതാണ്? കീ. KEY, കീ. നെക്സ്റ്റ് വൺ കിറ്റൻ. KITTEN, കിറ്റൻ. വാട്ട്സ് ദ മീനിങ് കിറ്റൻ? യങ് വൺ ഓഫ് എ ക്യാറ്റ്. യങ് വൺ ഓഫ് എ ക്യാറ്റ്. എന്താണ് കിറ്റൻ എന്ന് പറഞ്ഞാൽ? പൂച്ചക്കുട്ടി. ആ വലിയ പൂച്ചയ്ക്ക് ഒരു കുഞ്ഞു വാവ ഉണ്ടാവില്ലേ? കിറ്റൻ. വാട്ട് ഈസ് ദ വേർഡ്? കിറ്റൻ. സേ ലൗഡ്ലി, കിറ്റൻ. സേ വൺസ് മോർ, കിറ്റൻ. കീ, കിറ്റൻ. പിന്നെ നമ്മൾ ഇവിടെ നോക്കൂ, നൂലൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറപ്പിച്ച് കളിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ. എന്താണ്? കൈറ്റ്. എന്താണ്? കൈറ്റ്, പട്ടം. ഞാൻ അന്നൊരു പ്രാവശ്യം പറഞ്ഞു, എന്ത്? ബീച്ചിലൊക്കെ പോയാലും നമ്മൾ എന്താ പറപ്പിക്കുക? പട്ടം. പല കളറിലുള്ള പട്ടം നൂല് കെട്ടിയിട്ട് അതിൻ്റെ വിൻഡ് ഏത് ഭാഗത്തേക്കാണോ ബ്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പട്ടം ഇങ്ങനെ പറന്നോളൂ. നമ്മൾ ആ നൂല് പിടിച്ച് ഇങ്ങനെ നിന്നാൽ മതി. എന്താണത്? കൈറ്റ്. വാട്ട് ഈസ് ദ വേർഡ്? കൈറ്റ്. KITE, കൈറ്റ്. KITE, കൈറ്റ്, പട്ടം. വാട്ട് ഈസ് ദ മീനിങ്? കൈറ്റ്, പട്ടം. കൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേർഡിൻ്റെ പേരുണ്ട്. ഒരു ബേർഡുണ്ട് കൈറ്റ്. ഏതാണ്? ഏതാണ്? പരുന്ത്. നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഒപ്പം തന്നെ ഇങ്ങനെ കോഴി പോകുമ്പോൾ കുഞ്ഞുങ്ങളൊപ്പം തന്നെ ഇങ്ങനെ ഒന്നായിട്ട് അടുപ്പിച്ചിട്ടാണ് പോവുക. പക്ഷേ ആ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഒരാളിങ്ങനെ പതുക്കെ ഇങ്ങനെ റോന്ത് ചുറ്റും. ആരാണ്? കൈറ്റ്, പരുന്ത്. അതെന്താ ചെയ്യുക? തഞ്ചം കിട്ടിയാൽ കോഴിക്കുഞ്ഞുങ്ങളെ താഴെ വന്ന് കൊത്തി ഒരൊറ്റ പോക്കാണത്. അപ്പോൾ ഒരു ബേർഡിനും എന്താ പറയുക? കൈറ്റ്. ഏതാണ്? കൈറ്റ്. പിന്നെയോ പട്ടം. അടുത്തതാരാണ് നോക്കൂ? കിങ്, രാജാവ്.
നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടില്ലേ എന്തൊക്കെ ശ്രീരാമൻ സീത, അത് കഴിഞ്ഞിട്ട് പിന്നെ മഹാഭാരതമുണ്ട്, പിന്നെ രാജാക്കന്മാരുടെ. നമ്മൾ ഈ ഇടയ്ക്കൊരു സിനിമ ഇല്ലേ, ഏത് ബാഹുബലി, അതിൽ രാജാവിനെ കണ്ടില്ലേ. അങ്ങനെ ഒരു സ്ഥലം, അതായത് ഒരു നാട്ടുരാജ്യം, പണ്ടത്തെ അങ്ങനെയാണ്, ആ സ്ഥലം കൈയടക്കി ഭരിക്കുന്ന ആളാണ് ആര്? കിങ്. ആരാണ്? കിങ്, രാജാവ്. ആരാണ്? കിങ്. KING, കിങ്. കാട്ടിലൊരു രാജാവുണ്ടല്ലോ, അതാരാണ് കാട്ടിലെ രാജാവ്? ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, ലയൺ. വെരി ഗുഡ്. ഗിവ് എ ക്ലാപ്പ്, ഗിവ് എ ക്ലാപ്പ് ടു ഇലാൻ, ഗിവ് എ ക്ലാപ്പ് ടു ഇലാൻ. ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, ലയൺ. ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, ലയൺ. കിങ്, രാജാവ്. ഒരു രാജ്യം മുഴുവൻ അടക്കി ഭരിച്ച് പ്രജകളുടെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഓണത്തിന് ഒരു രാജാവ് നമ്മളുടെ പൂക്കളൊക്കെ കാണാൻ വരാറുണ്ടല്ലോ, അതാരാണ്? മഹാബലി. ആരാണ് വരലേ? മഹാബലി. മഹാബലി വരുന്നതുകൊണ്ടാണ് നമ്മൾ പൂക്കളൊക്കെ ഇട്ട്, വീടിൻ്റെ മുറ്റിന് പൂക്കളൊക്കെ ഇട്ട്, നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? രാജാവ്. ആ രാജാവ്, ചക്രവർത്തി, അവർ വരും നമ്മളുടെ വീട്ടിൽ നിന്നാണല്ലോ നമ്മളുടെ വിശ്വാസം അല്ലേ? കിങ്. പിന്നെ അടുത്തത് നോക്കൂ. വാട്ട് ഈസ് ദിസ് പിക്ചർ? കാംഗ്രൂ. വാട്ട് ഈസ് ദിസ് പിക്ചർ? കാംഗ്രൂ. ആരാണ്? അതായത് അതിൻ്റെ ബേബീനെ, അതിൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള പൗച്ച്, ബേബീനെ ഏറ്റിയും കൊണ്ട് നടക്കുന്ന ആ ബേബീനെ അതിൻ്റെ വയറുള്ള പൗച്ച് എന്ന് പറഞ്ഞാൽ സഞ്ചി, ഒരു സഞ്ചി മൃഗം, സഞ്ചിയിലിട്ട് കൊണ്ട് നടക്കുന്ന ഒരൊറ്റ മൃഗമാണ്. ഈ ഒരൊറ്റ മൃഗം മാത്രമേ ഉള്ളൂ. ആരാണത്? കാംഗ്രൂ. എവിടെയാണ്? ഇന്ത്യയിലുണ്ടോ? ഓസ്ട്രേലിയയിൽ. ഇത് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും കേട്ടോ. കാംഗ്രൂ. എന്താണ്? കാംഗ്രൂ. കിറ്റാൻ. കെ വെച്ചിട്ടുള്ള ഒരു വേർഡ് ഏതാണ്? കിറ്റാൻ. യങ് വൺ ഓഫ് എ ക്യാറ്റ്, കിറ്റാൻ. സേ വൺസ് മോർ. യങ് വൺ ഓഫ് എ ക്യാറ്റ്, കിറ്റൻ. കെ, കിറ്റൻ. കെ, ന്യാവ് ന്യാവ്, കിറ്റൻ. കെ, ന്യാവ്, കിറ്റൻ. ദെൻ കെ, നമ്മൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്നത് കീ. ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്? എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കീ. ദെൻ നൂല് കെട്ടി ഇങ്ങനെ പറപ്പിക്കുന്നത് എന്താണ്? പട്ടം, കൈറ്റ്. എന്താണ്? കൈറ്റ്. വാട്ട് ഈസ് ദ വേർഡ്? കൈറ്റ്. ദെൻ കാംഗ്രൂ അല്ലേ? അതിൻ്റെ ബേബീനെ ഇങ്ങനെ വയറിൻ്റെ ഉള്ളിൽ വെച്ച് എല്ലാവരിൽ നിന്നും, ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണ് ആര്? കാംഗ്രൂ. പിന്നെ കിങ്. ആരാണ്? കിങ്. കിങ്. ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, ലയൺ. കിങ്. ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട്, കുറേ സമയം ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെക്കും. ഏതിലാണ് നമ്മൾ വെക്കുന്നത്? കേയിൽ വെച്ചിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ നമ്മൾ വെക്കും. എന്താണത്? കെറ്റിൽ. നോക്കൂ, ചൂടുള്ള വെള്ളം അല്ലേ? ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇതിൽ നിറച്ച് വെക്കുക. ഇതിൽ കണ്ടില്ലേ ഇങ്ങനെ, അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും. വാട്ട് ഈസ് ദിസ് പിക്ചർ? കെറ്റിൽ. വാട്ട് ഈസ് ദിസ് പിക്ചർ? കെറ്റിൽ. ഇതാ ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ബേർഡ്, കൈറ്റ്. നോക്കൂ, കൈറ്റ്. ഇവിടെ നമ്മൾ പറപ്പിക്കുന്ന കൈറ്റ്. ഇതോ ബേർഡ്, കൈറ്റ്. കൈറ്റ്, കിറ്റൻ, കീ, കിങ്, കാംഗ്രൂ, കൈറ്റ്. എത്ര വേർഡ് പഠിച്ചു നമ്മൾ? എത്ര വേർഡ് പഠിച്ചു? നമുക്ക് കോമൺ ആയിട്ടുള്ള വേർഡ് പഠിക്കാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള
കീ. K for key. K for key. പറയൂ, ടീച്ചറുടെ കൂടെ പറയൂ. K for key. Young one of a cat, kitten. K for kitten. ചെറിയ പൂച്ചക്കുട്ടിക്ക് എന്താ പറയുക? കിറ്റൺ. മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? പൂച്ചക്കുട്ടി. ആ പൂച്ചക്കുട്ടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കിറ്റൺ. ആരാണ്? കിറ്റൺ. കിട്ടനല്ല, കിറ്റൺ. പിന്നെ നമ്മളിങ്ങനെ പറപ്പിക്കുന്ന, നൂല് കെട്ടി കളിക്കാൻ വേണ്ടി ഇങ്ങനെ പറപ്പിക്കുന്ന എന്താണ്? കൈറ്റ്. വാട്ട് ഈസ് ദ വേർഡ്? കൈറ്റ്. പട്ടം പറപ്പിക്കാറില്ലേ? കൈറ്റ്. വാട്ട് ഈസ് ദ വേർഡ്? കൈറ്റ്. കിങ്. നല്ല കിരീടമൊക്കെ തലയിൽ വെച്ച് ദാ കണ്ടില്ലേ? കിങ്ങിനെ കണ്ടില്ലേ? നോക്കൂ, എല്ലാവരും നോക്കൂ. ഇതാ കിരീടമൊക്കെ തലയിൽ വെച്ച് ഒരു പ്രദേശം മുഴുവൻ ഭരിക്കുന്ന ഒരു ഭരണാധികാരി. അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കിങ്. എന്താണ്? കിങ്. K for കിങ്. പിന്നെ ചായയൊക്കെ ഒഴിച്ച് വെക്കുന്ന നല്ല ചൂടോടെ ചായ ഒഴിച്ച് വെക്കുന്ന പാത്രം കുറേ ആൾക്കാർക്ക് സെർവ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഓരോ ഗ്ലാസ്സിലായിട്ടല്ല കൊണ്ട് കൊടുക്കൊരു കെറ്റിൽ. ആ പാത്രമാണ് എന്ത്? കെറ്റിൽ. എന്താണ്? കെറ്റിൽ. നോക്കൂ, ഇത് കണ്ടില്ലേ? കെറ്റിൽ. കെറ്റിൽ, കൈറ്റ്, കീ, കിങ്, കാംഗ്രൂ, കൈറ്റ്. അല്ലേ? എത്ര വേർഡ് പഠിച്ചു? എത്ര വേർഡാ പഠിച്ചത്? K for key. K for kitten. K for kite. K for king. ഒരു വേർഡ് ടീച്ചർ K വെച്ചിട്ട്, K for തുറക്കുന്നേ, ഡോറ് തുറക്കുന്നേ, കീ. വെരി ഗുഡ്. ഓക്കെ. കീ. യങ് വൺ ഓഫ് എ ക്യാറ്റ്, കിറ്റൺ. യങ് വൺ ഓഫ് എ ക്യാറ്റ്, കിറ്റൺ. പിന്നെ പൗച്ചിൽ വാവേനയിട്ട് നടക്കുന്നത് ആരാണ്? കാംഗ്രൂ. ആരാണ്? കാംഗ്രൂ. നല്ല കിരീടമൊക്കെ വെച്ച്, ക്രൗണൊക്കെ വെച്ച്, നല്ല ഒരു രാജ്യം മുഴുവൻ ഭരിക്കുന്ന ഭരണാധികാരി ആരാണ്? കിങ്. ആരാണ്? കിങ്. കൈറ്റ്. കാംഗ്രൂ. ബുദ്ധിമുട്ടുണ്ടോ പറയാൻ? അപ്പം വേറെ ഒന്നുമില്ലെങ്കിൽ ഒരു 3 വേർഡ്സ് എന്തായാലും പഠിക്കാം. K for നമ്മളെ ഡോറ് തുറക്കുന്നേ, കീ. K for കീ. നമ്മൾ നൂല് കെട്ടി ഇങ്ങനെ കളിക്കാൻ ഉപയോഗിക്കുന്നത് കൈറ്റ്. പിന്നെ ആരാണ്? ലയൺ ആരാണ്? കിങ്. കിങ് ഓഫ് ദ ഫോറസ്റ്റ്. മൃഗങ്ങളുടെ രാജാവ്. കിങ്. കൈറ്റ്, കിങ്, കെറ്റിൽ, കാംഗ്രൂ. എന്താണ്? കാംഗ്രൂ. വാവേനെ പൗച്ചിലിട്ട് നടക്കുന്ന ജീവി അല്ലേ? കുഞ്ഞു വാവേനെ നിങ്ങൾ കണ്ടില്ലേ? പിന്നെ മങ്കിയൊക്കെ എന്താ ചെയ്യുക? ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വേറൊരു മരത്തിൻ്റെ മുകളിലേക്ക് ചാടുമ്പോൾ ആ കുട്ടിയെ എന്തു ചെയ്യും? ഒരു കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടാണ് ചാടുക. നിങ്ങൾ അമ്മ എങ്ങോട്ടെങ്കിലും പോകുമ്പം കുഞ്ഞു വാവേനെ എവിടെയെങ്കിലും ഇട്ട് അടച്ചിട്ടാണ് പോവുക? അല്ല, നമ്മളെ ബേബീനെ കൂടെ തന്നെ കൊണ്ടുപോകൂലേ? നമുക്ക് അത്രയ്ക്ക് സ്നേഹമല്ലേ ബേബീനോട്? അതേമാതിരി തന്നെയാണ് ആനിമൽസിനും. എല്ലാ ജീവികൾക്കും അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? ഓൾ സ്റ്റാൻഡ്. സിറ്റ്. സ്റ്റാൻഡ്, സിറ്റ്. What is this letter? K. What is this letter? K. Mama letter. Baby letter. Mama letter K. Baby letter K. നോക്കൂ, രണ്ടും സെയിം ആണ് അല്ലേ? സെയിം ആയിട്ടാണ് എഴുതുന്നത്. അങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ സെയിം ആയിട്ട് എഴുതുന്നത്.
കെ. അല്ലെങ്കിൽ നിങ്ങൾ എ എന്ന ലെറ്റർ എഴുതുകയാണെങ്കിൽ അതിൻ്റെ സ്മോൾ ലെറ്റർ വേറെ രീതിയിലല്ലേ എഴുതുന്നത്. ഇതതുപോലെയല്ല. അപ്പോൾ ഇത് കെ അതേമാതിരി തന്നെ കുറച്ച് ചെറുതാക്കി 4 ലൈനിൽ എഴുതുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതുക. കെ. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും മനസ്സിലായോ? വിഷമമുണ്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്? ഒരുപാട് വേർഡ്സ് ഒന്നും പഠിക്കണ്ട. കെ ഫോർ കീ, കെ ഫോർ കൈറ്റ്, കെ ഫോർ കാംഗ്രൂ, കെ ഫോർ കാംഗ്രൂ. തലയിൽ കിരീടമൊക്കെ വെച്ചിട്ടുള്ള ആൾ ആരാണ്? കിങ്. അതൊക്കെ പഠിക്കാൻ അറിയില്ലേ? അതിനൊന്നും വിഷമമില്ലല്ലോ. കെ. ഇനി നോക്കൂ, ടേക്ക് യുവർ ബുക്ക്, ടേക്ക് ദിസ് പേജ്. ഏത് ലെറ്ററാണ് ഉള്ളത്? ഫുള്ളായിട്ട് ഏത് ലെറ്ററാ? മമ്മ ലെറ്റർ. ഈ മമ്മ ലെറ്ററിലൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടി ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ആ ഡോട്ടിൻ്റെ മുകളിൽ കൂടി എങ്ങനെയാണോ എഴുതേണ്ടതെന്ന് വെച്ചാൽ നോക്കൂ, ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ആദ്യം ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, അവിടുന്ന് ഇങ്ങനെ ഇത് എഴുതിയിട്ട് കാണിക്കണം. മമ്മ ലെറ്റർ കെ, മമ്മ ലെറ്റർ കെ. All of you understand? Then take this page. 4 line copy ഇല്ലേ എല്ലാവർക്കും? All of you take your 4 line copy. 4 line കോപ്പിയിൽ എഴുതണം. ആദ്യം നിങ്ങളുടെ ബുക്സ് തന്നെ ഉണ്ട്, കണ്ടില്ലേ? ഈ പേജ് എടുക്കൂ. ടേക്ക് ദിസ് പേജ്. പേജ് നമ്പർ ഒന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. ടേക്ക് ദിസ് പേജ്. ഇവിടെ നോക്കൂ, കെ. ഈ ഇതിൽ കെ എഴുതുക. മമ്മ ലെറ്റർ കെ. ദെൻ ബേബി ലെറ്റർ കെ. ഇവിടെ ബേബി ലെറ്ററും എഴുതുക, മുകളിൽ മമ്മ ലെറ്ററും എഴുതുക. സമയം പോലെ വളരെ നീറ്റായിട്ട് കെ എന്ന ലെറ്റർ എഴുതുക. What is this letter? K. What is this letter? K. What is this letter? K. Ready? മമ്മ ലെറ്റർ കെ. വളരെ എങ്ങനെയാണ് ഡോട്ട് ഇട്ടുള്ളതെന്ന് നോക്കണം. നോക്കൂ, ഇങ്ങനെയല്ല. വളരെ ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിക്കോളൂ. റെഡ് ഒരു ഡോട്ട് കണ്ടില്ലേ അവിടെ? ആ റെഡ് ഡോട്ടിന്ന് ഏറോ മാർക്ക് ഇട്ടിരിക്കുന്ന കണ്ടില്ല? അപ്പോൾ ആദ്യം താഴത്തേക്ക്, എന്നിട്ടോ അതേമാതിരി ഡോട്ടിന്ന് ഇങ്ങനെ ആരോ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ആരോ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെയല്ല എഴുതേണ്ടത്. മനസ്സിലായോ? അടുത്തത് നോക്കൂ. അതിൻ്റെ താഴെ ഉണ്ട് ആര്? മമ്മയുടെ കൂടെ തന്നെ ബേബിയും ഉണ്ട്. നോക്കുക, അതും അതേമാതിരി റെഡ് ഡോട്ട് ഇട്ടിട്ടുണ്ട്. ആ ഡോട്ടിൽ നിന്ന് നോക്കൂ, ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് താഴെ വരെ. കെ. അവിടുന്ന് ഇങ്ങനെ എല്ലാം നിറയെ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ ആരോ മാർക്കിലൂടെ തന്നെ നിങ്ങൾ എഴുതണം. മനസ്സിലായോ? ആദ്യം ആ ഡൗൺ അല്ല, ഇങ്ങനെ ഇങ്ങോട്ട് ഒരിക്കലും വരയ്ക്കരുത് കേട്ടോ. ഇവിടുന്ന് താഴെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഒരു ലൈൻ വരച്ചു. കണ്ടോ? അവിടെ നിന്ന് നോക്കൂ, ഇങ്ങനെ കണ്ടില്ലേ? അല്ലാതെ ഇങ്ങനെ ആരും വരയ്ക്കാൻ പാടില്ല എന്ന്. മനസ്സിലായോ? അങ്ങനെ എഴുതരുത്, അത് എഴുതുന്നത് തെറ്റാണ് എന്ന്. മനസ്സിലായല്ലോ? ലിസൺ ഹിയർ. കെ. അതേമാതിരി തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി എന്ത് കൊടുത്തിട്ടുണ്ട്? ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട്. തെറ്റെഴുതി പഠിക്കരുത് കേട്ടോ. അതായത് ഇങ്ങനെ ഇനി അതേമാതിരി തന്നെ ഇതവിടെ ഇത് രണ്ടും മുകളിൽ മമ്മ, താഴെ ബേബി. ഈ പേജ്
പതുക്കെ ചെയ്താൽ മതി. ഒരു ദിവസം കൊണ്ട് മുഴുവൻ കുത്തി വരച്ച് തെറ്റെഴുതിയൊന്നും വെക്കരുത്. പതുക്കെ ഓരോ ലൈനും ഒരു ദിവസം എഴുതിയാൽ മതി. പറഞ്ഞെഴുതുക. സേ ദ ലെറ്റർ ലൗഡ്ലി. കെ കെ കെ. ദെൻ ടേക്ക് ദിസ് പേജ്. എന്താണെന്ന് നോക്കൂ. സർക്കിൾ കെ ഇൻ ദ ഗിവൺ വേർഡ്സ്. ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാ കൊടുത്തതെന്ന് നോക്കൂ അവിടെ. ഓൾ ഓഫ് യു ടേക്ക് യുവർ പെൻസിൽ. ഓൾ ഓഫ് യു ടേക്ക് യുവർ പെൻസിൽ. എടുക്കുക. നോക്കൂ. ദാ ലിസൺ ഹിയർ. ഇവിടെ ഏറ്റവും മുകളിൽ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിക്കൊള്ളൂ കേട്ടോ. KING കിങ്. KITE kite. KEY key. KANGAROO kangaroo. ഇത്ര കൊടുത്തില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? സർക്കിൾ കെ. ഈ വേർഡ്സിൽ കെ എന്ന ലെറ്റർ എവിടെയാണ് ഉള്ളത് എന്ന് എല്ലാവരും ഒന്ന് നോക്കൂ. ഫസ്റ്റ് വേർഡ് നോക്കൂ. KING കിങ്. അതിൽ കെ എന്ന ലെറ്റർ എവിടെ? കെ എന്ന ലെറ്ററിനെ ഒരു കൂടിൻ്റെ ഉള്ളിലാക്കാൻ എന്താ വേണ്ടത്? ഒരു കൂട്ടിലാക്കുക. ദാ കെ എന്ന ലെറ്ററിന് ഞാൻ ഒരു ചെറിയ കൂടുണ്ടാക്കി കൊടുത്തു. ചെറിയൊരു കൂട് കണ്ടോ? അതേമാതിരി അടുത്തത് നോക്കൂ. ഓൾ ഓഫ് യു ഫിനിഷ്. പതുക്കെ ചെയ്താൽ മതി. ദെൻ കൈറ്റ്. കൈറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആരാ? കെ. കേനെ ഞാനൊരു കൂടിൻ്റെ ഉള്ളിലാക്കി. ദെൻ നെക്സ്റ്റ് വേർഡ് കീ. കീൻ്റെ ഏത് ലെറ്ററാണ് കൂടുണ്ടാക്കി കൊടുക്കുന്നത്? കേയിനെ കൂടിൻ്റെ ഉള്ളിലാക്കി. അടുത്തത് നോക്കൂ. കാംഗ്രൂ. കാംഗ്രൂവിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ബിഗിനിങ് ലെറ്റർ ഏതാണ്? ബിഗിനിങ് ലെറ്റർ തുടക്കത്തിലുള്ള അക്ഷരം ഏതാണ്? കാംഗ്രൂ. എന്നാ പിടിച്ചോ, അതിനെ ഒരു കൂടിൻ്റെ ഉള്ളിലാക്കി. എന്താണ് ക്വസ്റ്റ്യൻ? സർക്കിൾ കെ. ഏറ്റവും മുകളിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്? സർക്കിൾ കെ. സർക്കിൾ ഇടാൻ വേണ്ടി കെ എന്ന ലെറ്ററിനെ ഓരോ സർക്കിൾ ഇടാൻ ടീച്ചർ അതെന്താക്കി? കെ എന്ന ലെറ്ററിനെ ഓരോ കൂട്ടിലാക്കി അല്ലേ? ഫസ്റ്റ് വേർഡ് കിങ്. കിങ്ങിൻ്റെ കെയിനെ കൂട്ടിലാക്കി. കൈറ്റിൻ്റെ കെയിനെ കൂട്ടിലാക്കി. ദെൻ കീൻ്റെ കെ കൂട്ടിലാക്കി. കാംഗ്രൂ കെ കൂട്ടിലാക്കി. എല്ലാവരും കൂട്ടിലാക്കിയോ? എല്ലാവരും കൂടുണ്ടാക്കി കൊടുത്തോ? പോവാൻ സമ്മതിക്കേണ്ട കേട്ടോ കെ എന്ന ലെറ്ററിനെ. ഓൾ ഓഫ് യു ഫിനിഷ്. എന്താ അവിടെ ഒരു സംസാരം? മനസ്സിലായിട്ടില്ലേ? ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ബിഗിനിങ് വിത്ത് കെ. ആ കെ എന്ന ലെറ്ററിനെ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു കൂടുണ്ടാക്കി കൊടുക്കുക. കിങ്ങിൽ കെ, കൈറ്റ്, കീ, കാംഗ്രൂ. ഫിനിഷ്. ദെൻ ഇനി അടുത്ത് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് സേ ദ നെയിംസ്. ദെൻ റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ഈച്ച് പിക്ചർ. ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് പിക്ചർ? വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? ഏതാണ്? ജഗ്. വെരി ഗുഡ്. മിൻഹ. വെരി ഗുഡ്. ഗിവ് എ ക്ലാപ്പ് ടു മിൻഹ. ജഗ്. നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഞാൻ ടീച്ചർ പറഞ്ഞില്ലേ, എന്തിനാണ് കുടിക്കാൻ വെള്ളം കൊണ്ടൊക്കെ? എന്തിലാ? മഗ്ഗിലാണോ? അല്ല, ഏതിലാണ്? ജഗ്ഗില്. ജഗ്ഗിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ജഗ്ഗിൻ്റെ ഫസ്റ്റ് ലെറ്റർ
നോക്കൂ, JUG, ജഗ്. ഫസ്റ്റ് പിക്ചറാണ് എന്ത്? ജഗ്. നിങ്ങൾക്ക് അങ്ങനെ സ്പെല്ലിങ് പഠിക്കാൻ ആയിട്ടില്ലല്ലോ നിങ്ങളെ, അതുകൊണ്ടാണ് ടീച്ചർ വേർഡ് എഴുതി തരുന്നത്. ഫസ്റ്റ് ലെറ്റർ ജഗ്, ഫസ്റ്റ് പിക്ചർ. അപ്പം നോക്കിക്കോളൂ, സെക്കൻഡ് പിക്ചർ ഏതാ? നമ്മൾ ലോക്കൊക്കെ തുറക്കുന്ന സാധനം എന്താണ്? കീ. ഗുഡ്. എന്താണ്? കീ. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? നമ്മൾ ഇത് വെച്ചിങ്ങനെ പറപ്പിക്കുന്നത്, ബീച്ചിലൊക്കെ പോയാൽ നമ്മൾ പറപ്പിക്കുന്നത് കൈറ്റ്. KITE, കൈറ്റ്. ദെൻ കിങ്. വെരി ഗുഡ്. എന്താണ്? കിങ്. KING, കിങ്. കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ ലെറ്ററേ? ഒരു 3-4 മാസമായില്ലേ? അപ്പോൾ കുറച്ച് എഴുതാനൊക്കെ അറിയില്ലേ? ഓക്കെ. അടുത്തതോ, നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പം, ബൈക്കിലൊക്കെ പോകുമ്പം തണുക്കാതിരിക്കാൻ എന്താ ഉപയോഗിക്കുക? നമ്മൾ ജാക്കറ്റ്. എന്താണ്? ജാക്കറ്റ്. എന്താ നമ്മൾ യൂസ് ചെയ്യുക? ജാക്കറ്റ്. ദെൻ യങ് വൺ ഓഫ് എ ക്യാറ്റ്, kitten. Young one of a cat, kitten. ഇത്രയും പിക്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. നോക്കൂ, വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? ജഗ്. ജഗ്ഗിൻ്റെ നോക്കൂ, ഫസ്റ്റിലാണ് അവിടെ ഡാഷ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഏത് ലെറ്ററാണ് എഴുതേണ്ടത്? ഒന്ന് വേഗം പറയൂ, ഏത് ലെറ്ററാണ് എഴുതേണ്ടത്? നമ്മൾ ബിഗിനിങ് ലെറ്റർ ഏതാണ്? ജെ. ഈ ജെ എന്ന ലെറ്റർ എവിടെ എഴുതണം നമുക്ക്? ജെ. ഈ ജെ എന്ന ലെറ്റർ എവിടെ എഴുതണം? ജഗ്ഗിൻ്റെ അടുത്ത്. ഇവിടെ ജഗ്ഗിൻ്റെ പിക്ചർ ഇല്ലേ? അവിടെ. ഹിയർ, റൈറ്റ് ഹിയർ. ജെ. ലെറ്റർ ജെ. ലെറ്റർ ജെ. ജെ എന്ന ലെറ്റർ ജഗ്ഗിൻ്റെ അടുത്തൊരു ഡാഷ് ഇട്ടിട്ടില്ലേ? അവിടെ എഴുതുക എല്ലാവരും. ഫിനിഷ്. ജെ. വളരെ നീറ്റായിട്ട് എഴുതുക കേട്ടോ. ജെ. ദെൻ നെക്സ്റ്റ് പിക്ചർ, കീ. KEY, കീ. ഏതാണ് ഫസ്റ്റ് ലെറ്റർ? കെ. ഈ കെ. ഈ കെ എടുത്തിട്ട് എവിടെ എഴുതണം? ഇവിടെ. കീ എന്ന പിക്ചറിൻ്റെ താഴെ ഇവിടെ ഡാഷ് ഇട്ടിട്ടില്ലേ? അവിടെ എഴുതുക കെ. കീ. അടുത്തത് ഏത് ലെറ്റർ എഴുതേണ്ടത്? ഈ കെ തന്നെ. ഈ കെ തന്നെ എവിടെ എഴുതുക? കൈറ്റ്. എവിടെയൊക്കെ കെ എഴുതണം? ഇവിടെയും കെ എഴുതണം, ഇവിടെയും കെ എഴുതണം. അടുത്തതോ? അടുത്തതാരാണ്? കിങ്. അപ്പോൾ അവിടെ ഏത് ലെറ്റർ എഴുതേണ്ടത്? റൈറ്റ്. കെ. ലെറ്റർ കെ. ഇവിടെ എഴുതാം. നെക്സ്റ്റ് ലെറ്റർ ജാക്കറ്റ്. ജാക്കറ്റ്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ, ബൈക്കിലൊക്കെ പോകുമ്പോൾ തണുക്കാതിരിക്കാൻ എന്താ ഇടുക? ജാക്കറ്റ്. ആ ജാക്കറ്റിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ബിഗിനിങ് ലെറ്റർ ജെ. അതെവിടെ എഴുതണം? ജാക്കറ്റിൻ്റെ പിക്ചറിൻ്റെ താഴെ. നമ്മൾ അതിന് മുമ്പ് ജെ എഴുതി എവിടെ? ജഗ്ഗിൻ്റെ അടുത്ത്. ഇനി നോക്കൂ, അടുത്തതോ? യങ് വൺ ഓഫ് എ കൈറ്റ്, കിറ്റൻ. ഇവിടെ കെയും എഴുതുക. എവിടെ കെ എന്ന ലെറ്റർ? ഈ കെ എന്ന ലെറ്റർ ഇവിടെ എഴുതുക. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓൾ ഓഫ് യു ഫിനിഷ്? വിഷമമുണ്ടോ? ടീച്ചർ പറഞ്ഞിട്ടില്ലേ എഴുതി പഠിക്കണമെന്ന് ലെറ്റേഴ്സ്. നിർബന്ധമായിട്ട് സ്ലേറ്റിൽ എഴുതി പഠിക്കുക. ലെറ്റേഴ്സ് പറഞ്ഞ് എഴുതി പഠിക്കുക. ഇനി അങ്ങോട്ടൊക്കെ വലിയ വലിയ ലെറ്റേഴ്സ്, വലിയ വലിയ വേർഡ്സ് ഒക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നോക്കൂ, ഫസ്റ്റ് ലെറ്റർ ജെ, കെ, കെ, കിങ് കെ,
ജാക്കറ്റ് ജെ, കിറ്റൺ കെ. ഇത്രയും കാര്യങ്ങൾ വളരെ വൃത്തിയിൽ ചെയ്യുക. ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ടീച്ചർ തരും നിങ്ങൾക്ക്. മനസ്സിലായോ? കറക്റ്റ് ചെയ്ത് തരും. മനസ്സിലായോ എല്ലാവർക്കും? അടുത്തത് ഈ ഒരൊറ്റ ഒരു കാര്യം കൂടി ചെയ്യാം. കളർ ആൻഡ് കൗണ്ട് ദ പിക്ചേഴ്സ് ഓഫ് കൈറ്റ്സ് ബിലോ ദ നമ്പർ ഇൻ ദ സർക്കിൾ ഗിവൺ ബിലോ. ആദ്യം എന്ത് ചെയ്യുക? ഈ കൈറ്റിൻ്റെ പിക്ചറില്ലേ വളരെ ഭംഗിയിൽ കളർ ചെയ്യുക. ഇവിടെ കൈറ്റിൻ്റെ നടുക്കിലൊക്കെ നല്ല റെഡ് കളറൊക്കെ കൊടുക്കുക, നല്ല ഡാർക്കിൽ. പിന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉണ്ടല്ലോ, അതൊന്നില്ലെങ്കിൽ ഇവിടെ റെഡ് കൊടുക്കുമ്പോൾ ഇവിടെ 2 സ്ഥലത്ത് ഗ്രീൻ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ സൈഡിലൊക്കെ യെല്ലോയും കൊടുക്കുക, നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. വളരെ നീറ്റായിട്ട് ചെയ്യുക. എന്നിട്ട് എത്ര കൈറ്റ് ഉണ്ട് എന്നുള്ളത് അത് പിന്നെ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ വളരെ നീറ്റായിട്ട് എന്ത് ചെയ്യുക? കളർ ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായോ? കളർ ചെയ്യുക കേട്ടോ. വളരെ നീറ്റായിട്ട് വേണം കളർ ചെയ്യണമെങ്കിൽ. കളർ ചെയ്തിട്ട് ഇതിവിടെ എത്ര കൈറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യുക. നിങ്ങൾ മാത്സ് പഠിച്ചിട്ടില്ലേ? 1 2 3 പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഹൗ മെനി കൈറ്റ്സ് ആർ ദെയർ? ഹൗ മെനി കൈറ്റ്സ് ആർ ഹിയർ? 1 2 കൈറ്റ്സ്. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? 2. അത് കളർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. എന്താ ഒരേ ഒരുപാട് ആയിപ്പോയോ? ബോറടിച്ചോ ആർക്കെങ്കിലും? ഓൾ സ്റ്റാൻഡ്, സിറ്റ്, സ്റ്റാൻഡ്, സിറ്റ്. ആദ്യം പഠിപ്പിച്ച പാട്ട് ഏതാണ്? ഒരു മൗസിൻ്റെ പാട്ട് പഠിപ്പിച്ചില്ലേ ടീച്ചറെ? അതേതാണ്? ഹിക്കറി ഡിക്കറി ഡോഗ്, the mouse ran up the clock. The clock struck 1. The mouse ran down. Hickory dickory dock. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും. Hickory dickory dock. The mouse ran up the clock. ക്ലോക്കിൽ കയറിയപ്പോൾ the clock struck 1. ടിക്. ഒരടി അടിച്ച് എന്ത് ചെയ്ത്? മൗസ് പേടിച്ച്. The mouse ran down. Hickory dickory dock. മനസ്സിലായോ? മനസ്സിലായോ? ഓൾ സ്റ്റാൻഡ്, സിറ്റ്, സ്റ്റാൻഡ്, സിറ്റ്, സ്റ്റാൻഡ്, ക്ലപ്പ് ആൻഡ് ജമ്പ്. നന്നായിട്ട് ഉഷാറായിട്ട് നന്നായിട്ട് ജമ്പ് ചെയ്യൂ. ഒന്ന് കാണട്ടെ. എന്താ ഒരു മടിയുണ്ടോ ജമ്പ് ചെയ്യാൻ? ഇല്ല, നല്ല കുട്ടികളാണല്ലോ. സിറ്റ് ഡൗൺ. സ്മൈൽ പ്ലീസ്. എല്ലാവരും ഒന്ന് ചിരിക്കൂ നോക്കട്ടെ. നല്ല ഭംഗിയിലൊന്ന് ചിരിക്കൂ. ഓക്കേ ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കേ.